നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠ പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ ബിബിൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. നേരത്തെ SIT രാജീവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്ത കണ്ഠരര് രാജീവരെ ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാനായി എത്തിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിലേക്ക് നയിച്ച വിവിധ ഘട്ടങ്ങളിൽ തന്ത്രി നൽകിയ അനുമതികൾ സംശയാസ്പദമാണെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിയത് തന്ത്രിയുടെ ആളായാണെന്നും തന്ത്രി നൽകിയ സ്പോൺസർഷിപ്പ് അനുമതികൾ സംശയാസ്പദമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കണ്ഠരര് രാജീവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകൾക്ക് തന്ത്രി നേതൃത്വം നൽകി. തന്ത്രിയുടെ ഇടപെടൽ SIT സ്ഥിരീകരിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം മാറ്റിയ വിവരം തന്ത്രിക്ക് അറിയാമായിരുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പത്മകുമാറിന്റെയും മൊഴികളാണ് തന്ത്രിക്ക് കുരുക്കായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ച ലാഭത്തിന്റെ പങ്ക് തന്ത്രിക്കും ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. കുന്നംകുളം കാണിയമ്പാലിലുണ്ടായ ബൈക്ക് അപകടത്തിൽ കാവിലക്കാട് സ്വദേശികളായ 2 യുവാക്കൾ മരിച്ചു. കാവിലക്കാട് കൂളിയാട്ടിൽ പ്രകാശൻ മകൻ പ്രണവ്, കാവിലക്കാട് മമ്പറമ്പിൽ ജിഷ്ണു എന്നിവരാണ് മരിച്ചത്. കാണിപ്പയ്യൂരിൽ നിന്നും ചായ കുടിച്ച് ബൈക്കിൽ വരികയായിരുന്ന ഇവർ കാണിയാമ്പൽ പനങ്ങായി ഇറക്കത്തിൽ വെച്ച് ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഇവർക്കൊപ്പം മറ്റൊരു ബൈക്കിൽ ഉണ്ടായിരുന്നവർ പുറകിൽ ഇവരെ കാണാത്തതിനെ തുടർന്ന് തിരിച്ചെത്തി നോക്കിയപ്പോഴാണ് അപകടമറിഞ്ഞത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. മൃതദേഹം മലങ്കര ആശുപത്രി മോർച്ചറിയിൽ. ചാവക്കാട് തിരുവത്ര അത്താണിയിൽ അജ്ഞാത വാഹനമിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മണത്തല കുന്നത്ത് വീട്ടിൽ 44 വയസ്സുള്ള ഒലീദ് ആണ് മരിച്ചത്. ദേശീയപാത അത്താണി പാലത്തിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഇടിച്ച വാഹനം നിർത്താതെ പോയി. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഇടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ ഒലീദിനെ തൃശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരിക്കെ BMW കാർ കത്തി നശിച്ചു. പട്ടാമ്പി റോഡിലെ TT ദേവസി ജ്വല്ലറിക്ക് മുൻപിൽ ഓടിക്കൊണ്ടിരിക്കെ BMW കാർ കത്തി നശിച്ചു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. പെരുമ്പിലാവ് ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് കത്തി നശിച്ചത്. കാറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതോടെ കാറിൽ ഉണ്ടായിരുന്നവർ പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വിവരമറിഞ്ഞ് കുന്നംകുളം അഗ്നിരക്ഷാ സേനയുടെ 2 യൂണിറ്റ് വാഹനങ്ങൾ സ്ഥലത്തെത്തി തീയണച്ചു. കാറിന്റെ മുൻവശം ഭാഗികമായി കത്തി നശിച്ചു. സംഭവത്തെ തുടർന്ന് മേഖലയിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ വെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് 1.5 വയസ്സുകാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പത്താഴക്കാട് വെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് 1.5 വയസ്സുകാരൻ മരിച്ചു. മൂവപ്പാടം പത്താഴപ്പുരയ്ക്കൽ ഷാജിയുടെ മകൻ സിദാനാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുട്ടി ബക്കറ്റിൽ വീണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞ് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു. കയ്പമംഗലം കാളമുറിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് പെട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ദേശീയപാത സർവീസ് റോഡിലായിരുന്നു അപകടം. 3 പീടിക ഭാഗത്തേക്ക് സിമന്റ് കയറ്റി പോയിരുന്ന പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് പിറകിൽ എറണാകുളത്തേക്ക് പോയിരുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിക്കുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ തലകീഴായി മറിയുകയായിരുന്നു. ഓട്ടോ ഡ്രൈവർ ചളിങ്ങാട് സ്വദേശി ജമാലിനെ പരിക്കുകളോടെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇരിങ്ങാലക്കുട ചേലൂർ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. ക്ഷേത്രത്തിന് മുന്നിലെ നടപ്പുരയിലെയും കാവിലെയും ശിവപാർവതി ക്ഷേത്രത്തിന് മുന്നിലെയും ഭണ്ഡാരങ്ങളാണ് പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയിട്ടുള്ളത്. മോഷ്ടാവ് ക്ഷേത്രത്തിൽ എത്തുന്നതും ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്.
3 ആഴ്ച മുൻപാണ് ഭണ്ഡാരം തുറന്ന് പണം എടുത്തിരുന്നത്. ഏകദേശം 4000-ഓളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ കണക്കാക്കുന്നത്. പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉത്സവ സീസണോടനുബന്ധിച്ച് ചാരായം മാറ്റുന്നതിന് പാകപ്പെടുത്തിയ വാഷ് ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിൽ തൃക്കൂർ മതിക്കുന്ന് ഫ്ളാറ്റ് റോഡ് പ്രദേശത്ത് കോടായി ഇടതുകര കനാലിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പൊന്തക്കാടിനുള്ളിലാണ് ചാരായം വാറ്റുന്നതിന് പാകപ്പെടുത്തിയ 200 ലിറ്റർ വാഷ് കണ്ടെത്തിയത്. എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബാബു PM, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ചന്ദ്രൻ CK, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മഹേഷ് KU, ശോഭിത് OB, ഡ്രൈവർ സുധീർ KK എന്നിവരാണ് ഉണ്ടായിരുന്നത്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഉടനെ പ്രതിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ. ഉത്സവത്തിനിടയിലേക്ക് കാട്ടാനകൂട്ടമെത്തി. അതിരപ്പള്ളി അരൂർമൊഴിയിലാണ് അസാധാരണമായ സംഭവം. നവഗ്രഹ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനിടയിലേക്കാണ് കാട്ടാനകൾ എത്തിയത്. 500ഓളം ആളുകൾ ഈ സമയം ഈ പ്രദേശത്തുണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു. ആനകൾ സ്ഥലത്ത് പരിഭ്രാന്തി പരത്തി. തുടർന്ന് വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനകളെ തുരത്തി. പന്നിത്തടം സെന്ററിൽ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ച് 16 പേർക്ക് പരിക്കേറ്റു. മകരവിളക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കേച്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബസ് പന്നിത്തടം സെന്ററിൽ വച്ച് കുന്നംകുളം ഭാഗത്തുനിന്നും വന്ന മിനി ലോറിയിൽ സെന്ററിൽ വെച്ച് തന്നെ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞു. മിനി ലോറി തകർന്നു തരിപ്പണമാവുകയും ചെയ്തു. പരിക്കേറ്റ മിനി ലോറി ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരെ കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മാളയിൽ ബൈക്ക് മരത്തിലിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. മാള അണ്ണല്ലൂരിൽ നിയന്ത്രണം തെറ്റിയ ബൈക്ക് മരത്തിലിടിച്ച് 2 പേർ മരിച്ചു. ചാലക്കുടി കൂർക്കമറ്റം സ്വദേശികളായ പടിഞ്ഞാക്കര വീട്ടിൽ നീൽ ഷാജു, അലൻ ഷാജു എന്നിവരാണ് മരിച്ചത്. ഇരുവരും ബന്ധുക്കളാണ്. വ്യാഴാഴ്ച രാത്രി 11:30ഓടെയായിരുന്നു അപകടം. ഉടനെ തന്നെ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നീൽ ഷാജു ബംഗളൂരുവിൽ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയാണ്. അലൻ ഷാജു പുല്ലൂറ്റ് ITC വിദ്യാർത്ഥിയാണ്. കൊടുങ്ങല്ലൂരിലെ ഇടവലങ്ങൽ ക്ഷേത്രത്തിൽ മോഷണം, ഭണ്ഡാരം കവർന്നു. ക്ഷേത്രനടയിൽ വച്ചിരുന്ന വലിയ ഭണ്ഡാരം എടുത്തുകൊണ്ടുപോയി കുത്തി തുറന്ന നിലയിലാണ്. മറ്റൊരു ഭണ്ഡാരവും കുത്തി തുറന്നിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ഭണ്ഡാരം തുറക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ക്ഷേത്രം ഭാരവാഹികൾ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. ET ടൈസൺ MLA, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ, പഞ്ചായത്ത് അംഗം സുജിത് തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.